തൃശൂർ ഗുരുവായൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയതായി പരാതി. ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈലയെ വീടിനോട് ചേർന്ന പറമ്പിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പണം കടം വാങ്ങിയ പ്രദേശവാസിയായ സ്ത്രീയിൽ നിന്ന് ഭീഷണി നേരിട്ടതായി വെളിപ്പെടുത്തുന്ന ജുമൈലയുടെ ശബ്ദ സംഭാഷണം ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കടം വീട്ടാനുള്ള കാശൊക്കെ അവളേന്ന് മേടിച്ചു തരാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ മോന് ഇപ്പം സാധാരണ ഒരു വണ്ടി എടുത്തു കൊടുക്കുകയും അവനെ പണിക്ക് പറഞ്ഞേക്ക് അവരെ രണ്ടാളെയും നോക്കണോട്ടുള്ള എൻ്റെ മക്കളെ നോക്കണ പോലെ അവരെ നോക്കണം. അവർക്ക് ആരുമില്ല എന്തെന്ന് തോന്നായിരുന്നു. എനിക്ക് പിന്നെ വയ്യാതെ ഭയങ്കര ശല്യം. കുടിയിൽ വന്നിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ ഒരു പൊറുതി തരണില്ല. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ജീവനൊടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ജുമൈല സുഹൃത്തിനയച്ച ശബ്ദ സംഭാഷണമാണിത്. ഇരിങ്ങപ്പുറം സ്വദേശിയായ ആബിദയിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിയതിനെ ചൊല്ലി നിരന്തരം ഭീഷണി നേരിട്ടുവെന്നാണ് ജുമൈല പറയുന്നത്. ഇതേ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കുറിപ്പും ഇവരുടെ മരണത്തിന് പിന്നാലെ ബന്ധുക്കൾ കണ്ടെത്തി. ഇതോടെയാണ് ഇരിങ്ങപ്പുറം സ്വദേശിയായ ആബിദയ്ക്കെതിരെ പരാതിയുമായി ജുമൈലയുടെ ബന്ധുക്കൾ രംഗത്ത് വരുന്നത്. 1 വർഷം മുൻപാണ് മകന് വാഹനം വാങ്ങി നൽകുന്നതിനായി ജുമൈല 50,000 രൂപ കടം വാങ്ങുന്നത്. 8 മാസത്തോളം 10,000 രൂപ പലിശ ഇനത്തിൽ നൽകിയിരുന്നു. എന്നാൽ 2 മാസത്തോളം പണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ പേരിൽ പല തവണകളിലായി ആബിദയിൽ നിന്ന് ജുമൈല ഭീഷണി നേരിട്ടിരുന്നു. വെള്ളിയാഴ്ച പലിശ തീർത്ത് പണം തിരികെ നൽകിയില്ലെങ്കിൽ സഹോദരനുമായി വീട്ടിലെത്തുമെന്നായിരുന്നു ആബിദയുടെ ഒടുവിലെ ഭീഷണി. ഇതേ തുടർന്നുണ്ടായ മനപ്രയാസമാണ് വീട്ടമ്മ ജീവനൊടുക്കാൻ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവര് നിരന്തരം വീട്ടിലേക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ഉമ്മാനെ ശല്യം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഉമ്മ അത് ഞങ്ങളോട് പറയാറില്ല. ഇന്നലെ എൻ്റെ അനിയൻ അവിടെ പോയിട്ട് എൻ്റെ ഉമ്മയുടെ സഹിക്കാൻ വേണ്ടിയാണ് അവരെ വീട്ടിൽ പോയിട്ട് ശല്യം ചെയ്യുകയും 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ പോലീസുകാർ അവനെ പിടിച്ചെക്കുകയും താത്താനെ പോലീസ് ഉണ്ടെങ്കിലും പോലീസ് അപ്പോൾ താത്താട് ഇത് കഴിഞ്ഞിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എനക്കും എൻ്റെ ഒപ്പമുള്ള ഇക്കാക്കും തരണ്ട് എന്നുള്ളൊരു ഇതിലാണ് സംസാരിച്ച്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ജുമൈല മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ച് ജീവനൊടുക്കിയത്. നേരം പുലർന്നിട്ടും മാതാവിനെ കാണാതായതോടെ മകൻ ഷിനാസ് ഇവരെ ഫോണിൽ വിളിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം അന്നേ ദിവസം തന്നെ സംസ്കരിച്ചു. ആദ്യം അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത പോലീസ് പരാതി ലഭിച്ചതോടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇതിന് പിന്നാലെ ആബിദ ഒളിവിൽ പോയതായും ഇവരെ കണ്ടെത്താൻ നീക്കങ്ങൾ ആരംഭിച്ചതായും ഗുരുവായൂർ പോലീസ് അറിയിച്ചു.